രാവിലെ തന്നെ ഗബ്രിയുടെ പുറകെ നടക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഗബ്രി എന്ത് പറ്റി ഗബ്രി, ഗബ്രി എന്ത് പറ്റി ഗബ്രി, ഗബ്രി എന്ത് പറ്റി ഗബ്രി, ഇതും പറഞ്ഞുകൊണ്ട് പുറകെ നടക്കാണ് ജാസ്മിൻ. പിന്നീട് ഗാർഡൻ ഏരിയയിൽ വന്ന് ഗബ്രി ഇരിക്കുന്നുണ്ട്. പുറകെ വന്ന് ജാസ്മിൻ ഇരിക്കുന്നുണ്ട്. നീ എൻ്റെ മുഖത്ത് നോക്കൊന്ന്, നീ എൻ്റെ മുഖത്ത് നോക്കൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഗബ്രി മുഖത്ത് നോക്കുന്നില്ല. അപ്പോൾ തറയിലൊക്കെ ഇരുന്നുകൊണ്ട് ഗബ്രിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, നിന്നെ എനിക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. എന്താണ് നിന്റെ പ്രശ്നം? നീ എന്നോട് തുറന്നു പറ. ഞാൻ നിനക്ക് ഒരു മറുപടിയും പറയാതെ ഇരുന്നെല്ലാം കേട്ടോളാം ഗബ്രി, നീ പറ എന്ന് പറയുന്നുണ്ട്. ഗബ്രി ഒന്നുമില്ല എന്നല്ലാതെ മറ്റൊരു മറുപടി ഗബ്രി കൊടുക്കുന്നുമില്ല. ജാസ്മിൻ പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ നിനക്ക് സ്പേസ് തരാൻ വേണ്ടിയിട്ടാണ് നിന്റെ പുറകെ വരാതിരുന്നത്. പിന്നെ നീ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് ഞാൻ ഓടി വന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് എനിക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല, ഒരു പ്രശ്നവും വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടരും. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ റസ്മിന്റെ അടുത്ത് പറഞ്ഞത് എന്നാണ് ജാസ്മിൻ അവിടെ ഇരുന്ന് ഗബ്രിയുടെ അടുത്ത് പറയുന്നത്. പിന്നെ ഒന്ന് കൊള്ളാം, ഈ പറയുന്ന ഗബ്രിയെക്കുറിച്ച് ഇന്നലെ റസ്മിന്റെ അടുത്തിരുന്ന് കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് അവിടെ ജാസ്മിൻ ഇരുന്നിരുന്നത്. രാത്രി ലൈവ് കണ്ടവർക്കറിയാം, റസ്മിന്റെ അടുത്തിരുന്ന് ഗബ്രിയുടെ കുറ്റങ്ങൾ പറയലായിരുന്നു അവിടെ മെയിൻ പരിപാടി. റസ്മിനും ജാസ്മിനും ഇരുന്ന് ഗബ്രിയെ ഏറ്റവും മോശക്കാരനാക്കി ചിത്രീകരിക്കുകയായിരുന്നു. അല്ല, ഇപ്പം നല്ലതാ, ഈ ഗബ്രി ഭയങ്കര നല്ലതാണെന്നൊന്നും നമുക്ക് തോന്നാത്തതുകൊണ്ട് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല. രണ്ടുപേരും അവിടെ ഇതല്ലേ നാടകമല്ലേ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതുകൊണ്ട്. എന്നിട്ടാണ് രാവിലെ എഴുന്നേറ്റ് വന്ന് ഗബ്രി ഗബ്രി എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടക്കുന്നത്. എനിക്ക് നിന്നെ ഫ്രണ്ട്സാണ്, എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യമില്ല, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, നീ എൻ്റെ മുഖത്ത് നോക്കൂ, നീ എന്നോട് സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നത്.